ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കർക്കിടക മാസം 18-ാം തീയതി. ആടിപ്പെருக்கு, ആടി-18 എന്നാണ് നമ്മൾ പറയാറുള്ളത്. വിശേഷപ്പെട്ട ദിവസം കൂടിയാണ് നമ്മുടെ നാട്ടിൽ. അതായത് അന്ന് നമ്മൾ രാവിലെ തന്നെ വീടെല്ലാം വൃത്തിയാക്കി കോലമിട്ട്, അതുപോലെ പൂജമുറികളെല്ലാം വൃത്തിയാക്കി പൂക്കളെല്ലാം വെച്ച് അലങ്കരിച്ചു. പിന്നെ നൈവേദ്യം എന്തെങ്കിലും ചെയ്യെങ്കിൽ ചെയ്യാൻ വെച്ചു, പൂജക്കുള്ളതെല്ലാം റെഡിയാക്കി വെച്ചു. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞവർ നമുക്ക് താലി കെട്ടുന്നത് തന്നെ മഞ്ഞൾ ചരട് കൊണ്ട് അതിലാണ് താലി കോർത്തിട്ട് കെട്ടുക. അപ്പോൾ അത് നമ്മൾ സ്വർണത്തിൻ്റെ ചെയിനിലേക്ക് മാറ്റണമെങ്കിൽ തിരഞ്ഞെടുക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇത്. അതുപോലെ തന്നെ അത് നല്ല രീതിയിൽ തന്നെ ആ ചടങ്ങ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പിന്നെ എത്ര വർഷം കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം ആയവരും അപ്പം നമ്മൾ ആ താലി സ്വർണ്ണ ചെയിനിൽ കുറച്ച് ഭാഗം, മുമ്പത്തെ ഭാഗം താലിയും താലിൻ്റെ കൂടെ ചേർന്നിട്ട് 2 കുണ്ടോ അല്ല 4 കുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാവും. പിന്നെ കാസ് എന്ന് പറഞ്ഞിട്ട് അതായത് മാങ്ങയിലും പിന്നെ കാസ്, അങ്ങനത്തെ ഒരു സാധനങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ കോർത്തിടാനായിട്ട് ഉപയോഗിക്കും. മഞ്ഞൾ ചരട് തന്നെയാണ് കോർത്തിടാനായിട്ടും ഉപയോഗിക്കുന്നത്. അതെല്ലാം മാറ്റാനുള്ള വർഷം നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ആടി 18, അതായത് കർക്കിടകം 18. പിന്നെ കുറച്ച് മഞ്ഞൾ, നൂലിൽ മഞ്ഞളെല്ലാം പുരട്ടി വെച്ചിട്ട് അത് കല്യാണം കഴിഞ്ഞ കുട്ടികൾക്ക് കഴുത്തിലും, ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ആ പ്രായത്തിലുള്ള കുട്ടികളും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം നമ്മൾ കയ്യിലും കഴുത്തിലും, ആൺപിള്ളേർക്ക് കയ്യിലും പെൺപിള്ളേർക്ക് കഴുത്തിലും ഇങ്ങനെ ആ മഞ്ഞൾ ചരടി നൂലില്ലേ അത് കെട്ടിവിടും. അതൊക്കെ ഒരു ചടങ്ങാണ്. അതൊക്കെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ രാവിലത്തെ ഫുഡെല്ലാം കഴിച്ച ശേഷം നമ്മൾ അന്ന് പച്ചക്കറിയാണ്, സാമ്പാറും പിന്നെ രസവും കേബേജ് തോരനും. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ വട ഉണ്ടാക്കി, പിന്നെ പപ്പടം, ഇത്ര മാത്രമാണ് ചെയ്തത്. പായസമൊന്നും വെക്കാൻ സമയമില്ല. പിന്നെ രാവിലെ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും പൊങ്കൽ വെക്കാമെന്ന്. പിന്നെ അതൊന്നും വെച്ചിട്ടില്ല. അതിന് പകരമാണ് നമ്മൾ നൈവേദ്യമായിട്ട് നമ്മൾ പച്ചരി കുതിർത്ത് അതിൽ ശർക്കരയും തേങ്ങയും ഇട്ടിട്ട് ഏലക്ക ഇട്ടിട്ട് വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ രാവിലെ ഹസ്ബൻഡ് ലേറ്റായി എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഉച്ചയ്ക്ക് വന്ന ശേഷമാണ് ഞാൻ പ്രാർത്ഥിച്ച് വെച്ച നൂല് കയ്യിൽ കെട്ടി കൊടുത്തത്. സാധാരണ ആണുങ്ങൾക്ക് കയ്യിലാണ് കെട്ടി കൊടുക്കാറുള്ളത്. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് താലി കെട്ടി തരാമെന്ന് പറഞ്ഞിട്ട് കഴുത്തിലും കെട്ടി കൊടുത്തു.